ശ്രീ മഹാദേവി തൻ സൽക്കഥ കേൾക്കേണം. വൈകുവതിന്റെ അച്ഛൻ നാമം ചൊല്ലിയിരിക്കയാണോ? ആദിശങ്കര സ്വാമികൾ പണ്ട് പൂജിച്ചിരുന്നിവിടെ. കാക്കാശ്ശേരി ഭട്ടതിരിപ്പാട് തപസ്സു ചെയ്തിവിടെ. ബാധകളൊക്കെ അകറ്റിടും ദേവിതൻ സാധകരാം നമ്മൾ. കോവിലിൽ വന്നു തൊഴുതിടും നേരത്ത് സത്കീർത്തി കൈവന്നിടും. ഉത്സവമെന്നാണച്ചാ കോവിലിൽ ഒന്നുമിങ്ങിത്തേണം. എത്ര കണ്ടാലും മതി തീരുകില്ലല്ലോ അമ്മ തൻ ശ്രീ സ്വരൂപം. എല്ലാ വർഷവും കുംഭമാസത്തിലെ ഉത്രത്തിനാറാട്ട് 8 ദിവസം മുൻപുള്ള രോഹിണി നാളിൽ കൊടിയേറ്റ്. എല്ലാ ഉത്സവ നാളിലുമുണ്ടല്ലോ ആറാട്ടെഴുന്നള്ളത്ത്. കൊടിയേറുന്നതിൻ മുൻപു തന്നെ ആറാട്ടുണ്ടിവിടെ. എങ്ങനെയാണതു ചൊല്ലൂ അച്ഛ, കൗതുകമാണല്ലോ. അമ്മ മഹാമായ തൻ കഥ കേൾക്കുമ്പോൾ അകതാരിലെന്തു രസം. കിഴക്കേ കളത്തിലെ ആദ്യത്തെ ആറാട്ട് കഴിഞ്ഞതിൽ പിന്നെയല്ലോ കൊടിയേറ്റത്തിൻ സത്കർമ്മമെല്ലാം ആരംഭിച്ചിടുന്നത്. പറയെടുപ്പിന് ഭഗവതിയോടൊത്ത് മറ്റൊരാനപ്പുറത്ത് ശാസ്താവും കൂടി ഗമിക്കുന്ന കാഴ്ചയും ഏറെ വിശിഷ്ടമല്ലോ. എട്ടുകുളത്തിലും ആറാടിയെത്തുന്ന ദേവിയെ കാണാനായി ദേവകളൊക്കെയും എത്തുമോ അച്ഛാ, കേൾക്കട്ടെ ഉണ്ണിമായ. ആറാടുമ്പോൾ ആനന്ദസാന്ദ്രമായി ബ്രഹ്മണി പാട്ടുണരും. കീഴേക്കാവിലെ ദേവിയും ശാസ്താവും കൂടെ ഗമിച്ചിടും. തുളുവൻ കുളങ്ങരത്തേവരും വിഷ്ണുവും ദർശനമേകിടും. കുഴിയേറ്റിൽ ആദിശിവന്റെ കടാക്ഷത്താൽ കഥനങ്ങൾ ദൂരെയാകും. ഭോഗേന്ദ്രൻ എന്ന ആചാര്യനെ പറ്റി ചൊല്ലുമോ എന്നച്ചാ? എന്തൊക്കെ പുത്തനറിവുകളാണ് അച്ഛൻ തരുന്നിതിപ്പോൾ. ദേവിയെ ധ്യാനിച്ചു മോക്ഷം നേടിയ ഭക്തനാണ് ആചാര്യൻ. ഭോഗേന്ദ്രൻ എന്ന സൽഗുണ ഭക്തൻ സാത്വികനായിരുന്നു. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മോക്ഷം നേടി ഭവാൻ ഏകാഗ്രചിത്തരായി തപസ്സു ചെയ്തിടവേ ദേവി അനുഗ്രഹിച്ചു. ശ്രീദേവിയോടു ഞാൻ ചൊല്ലേണ്ടതെന്താണ് അച്ഛ, പറയൂലേ? അമ്മയ്ക്കും അച്ഛനും നല്ലതു കൈവരാൻ പ്രാർത്ഥിച്ചു നിൽക്കട്ടെ. ഈ ലോകമെന്നെന്നും ശാന്തമായി തീർന്നിടാൻ നൽവരം ചോദിക്കൂ. മാനുഷർക്കാകെയും സൽബുദ്ധി കൈവരാൻ പ്രാർത്ഥിച്ചു നീ വണങ്ങൂ. പുണ്യമായ നിനക്കെന്നും വിജയിക്കാൻ മന്ത്രം പഠിച്ചിടൂ. ആരാധിക്കുന്നോർക്ക് ആലംബമേകിടും ആദിപരാശക്തി. അച്ഛാ, എന്നുടെ കൊച്ചു മനസ്സിനു പിന്നെയും സംശയങ്ങൾ. ആദിപരാശക്തി തൻ കൃപ നേടുവാൻ മന്ത്രം പഠിക്കണമോ?
സ്നേഹമാണൻ കുഞ്ഞ് ഈ ഉലകത്തിലെ ശാശ്വത മുക്തി മന്ത്രം. മാനസം തന്നിലായി നന്മയാണ് ആദ്യമേ വേണ്ടത് ഉണ്ണിമായേ. ആപത്തു കൈവരാതി ഭൂമിയാകെയും കാത്തിടാൻ പ്രാർത്ഥിക്കൂ. ആദങ്ങളാകെയും നീങ്ങുവാനായി നീ പാദങ്ങൾ കൈവണങ്ങൂ. അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രം മുഴങ്ങുന്നു. അച്ഛാ ഇതു മാത്രം ചൊല്ലിയാൽ ഈ ജന്മ സങ്കടം തീരുമെന്നു. അമ്മേ നാരായണ ദേവി നാരായണ നാമം ജപിക്കൂ നീ. ലക്ഷ്മി നാരായണ ദുർഗേ നാരായണ മന്ത്രം മുഴക്കൂ നീ. ഭദ്രയായി വന്നു വിളങ്ങുന്ന ഈശ്വരി ഭദ്രമായി കാത്തിടും. നിദ്രയിൽ പോലും ആ മാനസം തന്നിലായി വന്നു കളിയാടും. യക്ഷിയുടെ കഥ ചൊല്ലിയില്ലല്ലോ, അച്ഛൻ മറന്നുപോയോ? അച്ഛൻ പറയുമ്പോൾ അക്കഥ പോലും ഏറെ മധുരമല്ലോ. തോട്ടറ ദേശത്തെ അക്കരെ കണ്ടാര പള്ളിയെന്നു പറഞ്ഞ ദേശപ്രസിദ്ധമാം ഇല്ലങ്ങളിലൊന്ന് ആയിരുന്നു പണ്ട്. ഇല്ലത്തെ കാരണോർ സുന്ദരനായൊരു യുവാവായിരുന്നു. ഗുപ്തൻ നമ്പൂതിരി എന്നായിരുന്നു ആ കാരണോരുടെ പേര്. ഗുപ്തനെയാണോ യക്ഷി പിടിച്ചത് ചൊല്ലുകില്ലേ അച്ഛാ? എങ്ങനെയാണത് അക്കഥ കേൾക്കാൻ മോൾക്കു തിടുക്കമായി. പണ്ടൊരു നാളിൽ ഗുപ്തൻ നമ്പൂതിരി കഥകളി കാണാൻ പോയി. തൃപ്പൂണിത്തുറ ഇല്ലത്തേക്കുള്ള യാത്രയുടെ മധ്യേ തൂവെള്ളച്ചേലയണിഞ്ഞുകൊണ്ടൊരു നല്ല സുന്ദരി പ്രത്യക്ഷയായി. കഥകളി കാണുവാൻ കൂടെ വരട്ടെന്ന് ചോദിച്ചു ഗുപ്തനോടായി. രാത്രിയിൽ യാത്ര ചെയ്തിടുകയോ? അയ്യോ ഇതു സാക്ഷാൽ ലക്ഷ്യയല്ലേ അച്ഛാ, എന്തു ചെയ്തു ഗുപ്തൻ? സുന്ദരിയായൊരു സ്ത്രീയെയും കൂട്ടി ഗുപ്തൻ യാത്രയായി. കുശലങ്ങൾ ചോദിച്ചു കാതങ്ങളേറെ ഇരുവരും യാത്ര ചെയ്തു. രാവുമയങ്ങി ഇരുളു നിറഞ്ഞു രാപ്പാടി പാട്ടുമൂളി. ഗുപ്തന്റെ ഉള്ളിൽ സ്ത്രീജനത്തെ ചൊല്ലി ഇല്ലല്ലോ സംശയങ്ങൾ. നന്നെ പരിചയമില്ലാത്ത ആളോട് സൂക്ഷിച്ചടുക്കേണ്ടേ, ഇല്ലെങ്കിൽ ആപത്ത് വന്നെത്തുമെന്നച്ഛൻ പണ്ടു പറഞ്ഞില്ലേ. ഉണ്ണിമായ നിന്റെ ഓർമ്മയും ബുദ്ധിയും നന്നായിരിക്കുന്നു. സൽബുദ്ധിയുള്ളിൽ നിറച്ചതു സാക്ഷാൽ ചോറ്റാനിക്കര ദേവി. പക്ഷേ പാവം ഗുപ്തനു സദ്ബുദ്ധി തോന്നിയതേയില്ല. ആളു സ്വയം മറന്നങ്ങിനെ സ്ത്രീയോട് കൂടെ നടന്നു നീങ്ങി. യക്ഷിയുടെ പേര് എന്തായിരുന്നച്ച ഒന്നു പറയാമോ? വല്ല അപകടം സംഭവിച്ചോ അച്ഛ, വേഗം പറയൂലേ. വാര്യത്തെ കല്യാണിയാണു ഞാനെന്നല്ലോ യക്ഷിയുര ചെയ്തത്. ആരിലും സംശയമില്ലാത്ത ഭാവത്തിലല്ലോ അവൾ വന്നത്. യാത്രയിലപ്പോഴും ഗുപ്തൻ നമ്പൂതിരി അമ്മയെ ധ്യാനിച്ചു. ചോറ്റാനിക്കര ദേവിയെ ഓർത്തത് ജന്മസൗഭാഗ്യമല്ലോ. ആപത്തു കാലത്തു ദേവിയെ ഓർക്കാൻ ഏവർക്കും സാധ്യമല്ല. അച്ഛൻ പറഞ്ഞതുപോലെ ആ ഭാഗ്യത്തിനമ്മ കനിയേണം. ഉണ്ണിമായ നീ ചൊല്ലിയ കാര്യം പരമാർത്ഥമാണല്ലോ. ഗുപ്തനും യക്ഷിയും അങ്ങിനെ യാത്ര തുടർന്നല്ലോ. യാത്ര മധ്യേ കണയന്നൂർ കോവിലകത്തിനടുത്തുള്ള കോശപ്പള്ളി നമ്പൂതിരിയുടെ ഇല്ലത്തു പോയി ഗുപ്തൻ. യക്ഷിപുരത്തങ്ങു നിന്നുവല്ലേ അച്ചാളുമിടുക്കത്തി.
കോശാപ്പള്ളിക്കു കാര്യം പിടികിട്ടുമെന്നു നിനച്ചാകാം. സത്യമതു തന്നെ താന്ത്രിക വീരനം ബ്രാഹ്മണ ശ്രേഷ്ഠനല്ലോ കോശാപ്പള്ളി നമ്പൂതിരിപ്പാട് ഭഗവതി തൻ ദാസൻ. അദ്ഭുത മന്ത്രമടങ്ങിയ ഗ്രന്ഥത്തെ തിരികെ ഏൽപ്പിച്ചിടാൻ നമ്മുടെ ഗുപ്തൻ കോശാപ്പള്ളി ഇല്ലത്തു ചെന്നതല്ലോ. യക്ഷിയെ പാഠം പഠിപ്പിക്കാൻ നമ്പൂരി മന്ത്രം ജപിച്ചോ അച്ഛാ. ഗുപ്തന്റെ രക്ഷയ്ക്ക് വന്നുവോ നമ്പൂരി ചൊല്ലുക എന്നച്ചാ. തോളിൽ കിടന്നൊരു തോർത്തുമുണ്ടിനാൽ മുഖമെല്ലെ തുടച്ചുവല്ലോ കോശാപ്പള്ളി ഗുപ്തനോടോതിയൻ ദേഹത്തു തൊട്ടുകൊള്ളുക. പടിയിലേക്കൊരു വട്ടം നോക്കുവാൻ കൽപ്പിച്ച ഗുരുവിന്റെ വാക്കുകളെ അനുസരിച്ചങ്ങോട്ടു നോക്കിയ ഗുപ്തൻ ആകെ തരിച്ചുപോയി. യക്ഷിയെ കണ്ടു ഭയന്നു അച്ഛ ഗുപ്തൻ നമ്പൂതിരി. ചോറ്റാനിക്കര അമ്മയെ ധ്യാനിച്ചു നിന്നുവോ നമ്പൂതിരി. കോശാപ്പള്ളിതൻ തോർത്തുമായി ഗുപ്തൻ ഓടുകയായിരുന്നു. തോർത്തുമുണ്ടിന്റെ ശക്തിയാൽ രക്ഷിക്കു ഗുപ്തനെ തൊട്ടുകൂടാ. ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് വലങ്കാലെടുത്തു വെച്ചു. ഇടങ്കാലിൽ യക്ഷിതൻ ദീർഘമാം പാണികൾ വേഗം പിടുത്തമിട്ടു. കോവിലിൻ മുന്നിലണഞ്ഞില്ലേ ഗുപ്തൻ രക്ഷിക്കും ദേവിയല്ലേ. അച്ഛായി കഥ കേൾക്കുമ്പോൾ എന്നുള്ളം വല്ലാതെ നോവുന്നു. അമ്മതൻ തിരുനട താനെ തുറന്നു ഭൂലോകം നോക്കി നിന്നു. അഷ്ടദിശകളെ ബാഹുക്കളാക്കി താണ്ഡവമാടിയമ്മ. ആയുധമേന്തിയ ശ്രീപരാശക്തി അട്ടഹാസം മുഴക്കി. ഉഗ്രപ്രഹരത്താൽ യക്ഷി പിടഞ്ഞു രക്തപ്പുഴയൊഴുകി. എത്ര ഭയങ്കരമിക്കഥയച്ച കാത്തല്ലോ അമ്മ ദൈവം. നൊന്തു വിളിക്കുന്ന ഭക്തരെയെല്ലാം രക്ഷിക്കും അമ്മയല്ലേ. യക്ഷിവധത്തിനു ശേഷം ശ്രീഭദ്ര വാൾ കഴുകി കുളിച്ചു. ആ കുളമിന്നും തെക്കുഭാഗത്തായി ചോന്നു കിടക്കയല്ലോ. ദുഷ്ടരെയൊക്കെയും നിഗ്രഹിച്ചീശ്വരി ശിഷ്ടരെ രക്ഷിച്ചിടും. ആരാധിക്കുന്നോർക്ക് ആനന്ദമൂർത്തിയായി വാഴുന്നു ദേവിയമ്മ. അമ്മതൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ രക്ഷയില്ലാർക്കുമല്ലേ. അമ്മയ്ക്കു ചാരിയണയാത്ത ഭക്തർക്കു മുക്തിയുമില്ലല്ലേ. മോളെ നീ ചൊല്ലുവതെത്ര ശരി നിത്യസത്യമാം ദേവിമായ. മാനവരാശിയെ ഒന്നായി കാക്കുന്ന ശ്രീരാജരാജേശ്വരി. എങ്ങു പോയാലും ആ നാമം ജപിച്ചു നീ മെല്ലെ നടന്നോളൂ. ധിക്കറിയാത്തോർക്കു ദീപമായി തീരുന്ന സ്നേഹമാണെന്നും അമ്മ. അച്ചായി കാണും സാധുജനങ്ങള് തുള്ളുന്നതെന്താണ്. ബാധയാണെന്നു പറയുന്നതെന്താണ് ചൊല്ലുമോ എന്നച്ചാ. ദുഷ്ടവിചാരങ്ങൾ ബാധയായി വന്നു ഭവിക്കുന്നു ആത്മാവിൽ. സംഹാരരുദ്രയായി കീഴ്പ്പെടുത്തിയിടുന്നു ദേവിയ ബാധകളെ. നാമം ഉരുവിട്ടു പാദം നമിക്കുന്ന മക്കളെ പിന്നെയെന്നും താരാട്ടിത്തേനൂട്ടിപ്പോറ്റുവാനായമ്മ കൂട്ടിനുണ്ടാകുമല്ലോ. അമ്മയെ കാണിച്ചു തന്നതിനാൽ എൻ്റെ അച്ഛനു നൂറുമുത്തം. ദേവിയെ കാണുമ്പോൾ ഇന്നെൻ്റെ ഉള്ളത്തിൽ ഉണ്ടല്ലോ സന്തോഷം. ചോറ്റാനിക്കര വാഴുന്ന ദേവിക പോറ്റമ്മയാണ് കുഞ്ഞേ. ആ മഹാദേവിക ഭക്തർ തൻ പ്രാർത്ഥന കേട്ടറിഞ്ഞിടുമല്ലോ. മാറാവ്യാധിയും ആദിയും തീർക്കുവാൻ ഇങ്ങെഴുന്നള്ളുമല്ലോ. ആപത്തു നീക്കുന്നു ആനന്ദമേകുന്നു അന്നദാനേശ്വരി.
ഞാൻ വന്നു തൊഴുതതിൽ പിന്നെ എൻ കുഞ്ഞു മനസ്സിങ്കൽ എന്തു തെളിച്ചമാണമ്മ മഹാമായ വന്നു വിളങ്ങുന്നു. 1000 ജന്മത്തിൻ പുണ്യമാണെൻ കുഞ്ഞ് ഈ പുണ്യദർശനം. ആയുരാരോഗ്യങ്ങൾ ഏകുന്ന ദേവിതൻ നിർമാല്യ ദർശനം. മുമ്പെങ്ങുമില്ലാത്ത ആനന്ദമാണപ്പോൾ നമ്മുടെ ആത്മാവിൽ. അൻപോടെ വന്നു വിളയാടി നിൽക്കുന്നു ആദിപരാശക്തി. ഗുരുതി നടത്തിയാൽ എന്താണച്ച തൽഫലം ചൊല്ലാമോ? ദേവിക്കേറെ വിശേഷം ഈ വഴിപാട് എന്നല്ലോ കേൾക്കുന്നു. ബാധാശമനം രോഗനിവാരണം സൽക്കാരസിദ്ധിയത്രേ. ഗുരുതി നിവേദിച്ചാൽ ഉള്ള ഫലങ്ങളൻ മോളെ അറിയുക നീ. എത്ര അസാധ്യമാം കാര്യവും സഫലമായി തീരും ഈ വഴിപാടിനാൽ. ഉദ്ദിഷ്ട കാര്യങ്ങൾ സിദ്ധിച്ച ഭക്തരെ കണ്ടുവോ ഉണ്ണിമായേ. എന്താണച്ചാ ഭയമുദ്ര എന്നു പറഞ്ഞാല് അച്ഛ പറഞ്ഞു തരില്ലേ വിശദമായി എന്നോടതു കൂടി. ശ്രീ മഹാദേവിതൻ വലതു തൃക്കൈയുടെ മുദ്ര അഭയമുദ്ര. ഭക്തഹൃദയത്തെ സ്വീകരിച്ചിടുവാനുള്ളതാണ് ആ മുദ്ര. ഭക്തിയും സ്നേഹവും സ്വീകരിച്ചീശ്വരി ചെമ്മെ വിളങ്ങുന്നു. വാത്സല്യമാവോളം ഏകി ഈ ഭൂമിയെ ലാളിച്ചു പോറ്റുന്നു. ദേവി തൻ ഭാവങ്ങൾ എന്തൊക്കെയാണെന്നു ചൊല്ലുമോ എന്നച്ചാ? 3 രൂപങ്ങളിൽ ദേവി വിളങ്ങുന്നു എന്നല്ലോ കേൾക്കുന്നു. അക്ഷരരൂപിണി സരസ്വതി ദേവിയായി വാഴുന്നു പുലർകാലേ. തൂവെള്ളച്ചേലയണിഞ്ഞുകൊണ്ടീശ്വരി ഇഷ്ടവരങ്ങളെയും. വിജ്ഞാനദായിനിയാകുന്ന ദേവിക വിശ്വം നിറഞ്ഞു വാഴും. ആ നേരം കണ്ടു തൊഴുന്നവർക്കൊക്കെയും ഈശ്വരി മാർഗമേകും. ആദ്യത്തെ രൂപം മനസ്സിലായച്ച ചൊല്ലുമോ ബാക്കി കൂടി? അമ്മ തൻ ഭാവങ്ങൾ ചൊല്ലിയാൽ തീരില്ല അല്ലേ എന്നച്ചാ? നട്ടുച്ച നേരത്ത് ശ്രീഭദ്രകാളിയായി മേവുന്നു ശ്രീദേവി. ചെമ്പട്ടു ചേലയണിഞ്ഞു വിലസുന്നു അപ്പോൾ പരാശക്തി. ദുഷ്ടതയൊക്കെയും നിഗ്രഹിക്കാനമ്മ അപ്പോൾ ഒരുങ്ങിയിടും. ഞാനെന്ന ഭാവമകറ്റുവാനായപ്പോൾ നമ്മൾ ഭജിക്കേണം. വാണിയും ദുർഗയുമായി വിളങ്ങുന്ന അമ്മ മഹാമായ തൻ സന്ധ്യാനേരത്തെ രൂപമേതാണച്ച ചൊല്ലുമോ മോൾക്കു വേണ്ടി? നീലയുടയാട ചാർത്തിയ പാർവതി ദേവിയായി വാഴുന്നു. സന്ധ്യാനേരത്ത് ആദിപരാശക്തി ചോറ്റാനിക്കരയിൽ. സത്കീർത്തിയേകി വിളങ്ങുന്നു ആ നേരം ചിന്മയി ദേവിമായ. 7 നേരത്തു ദേവിയെ കണ്ടു വണങ്ങുന്നു. ദേവി തൻ രൂപമുള്ളോരാ രൂപം പറയാമോ? അച്ഛ മനസ്സിന്റെ ഉള്ളിൽ ആ രൂപത്തെ ഞാനും നിറയ്ക്കട്ടെ. ശ്രീരത്നാങ്കിത ചക്രപീഠത്തിൽ ദേവി വിളങ്ങുന്നു. നാനാരത്ന വിഭൂഷിതയായി സൗഭാഗ്യമേകുന്നു. വലങ്കയിൽ ശ്രീചക്രം ഇടങ്കയിൽ ശംഖുണ്ട് എന്തൊരു തേജസ്. ഭക്തമനസ്സില നേരത്താകെയും ആനന്ദത്തേനൂട്ട്. ഈ കാണും ഭക്തരെ പോറ്റുന്ന ദേവി തൻ ശക്തി അപാരമല്ലോ. അച്ഛന്റെ കൂടെ ഇങ്ങെത്താൻ കഴിഞ്ഞത് എന്നുടെ ഭാഗ്യമല്ലോ. മോളെ എന്നെന്നും അമ്മ തൻ നാമങ്ങൾ ചൊല്ലിയിരിക്കണം. സമ്പത്തുകാലത്തും ആപത്തുകാലത്തും ദേവിയെ കൈതൊഴണം. ഐശ്വര്യമൊക്കെയും നൽകിയതമ്മ എന്നാദ്യം അറിഞ്ഞിടണം. ആ മഹാരൂപത്തെ മനസ്സാ നിരൂപിച്ച് കർമ്മങ്ങൾ ചെയ്യണം.
ആത്മവിശ്വാസത്തിനു ദേവിയുണ്ടെങ്കിൽ ദുഃഖമകലെയല്ലേ. അച്ഛാ നമ്മുടെ ചോറ്റാനിക്കര അമ്മ തുണയ്ക്കില്ലേ. സർവരും അമ്മതൻ പുന്നാര മക്കളായി ഭൂമിയിൽ മേവുന്നു. ചൊല്ലാത്ത സങ്കടമെല്ലാം ശങ്കരി ഉള്ളാലറിയുന്നു. സങ്കടപ്പെരുവഴി താണ്ടുവാനായി അമ്മ കൂടെ നടക്കുന്നു. സന്മാർഗ ചിത്തരായി നമ്മെ വളർത്തുന്നു, സംഗീതമേകുന്നു. അച്ഛാ നമ്മുടെ അമ്മയെ കണ്ടു വണങ്ങി മടങ്ങുമ്പോൾ എന്താണു ചൊല്ലേണ്ടതെന്നതു കൂടി ഒന്നു പറഞ്ഞു തരൂ. ആയുരാരോഗ്യവും ആനന്ദവും വരാൻ താണു തൊഴുതിയിടൂ. എന്നും മുടങ്ങാതെ നാമം ജപിക്കുവാൻ സൗഭാഗ്യം ചോദിക്കൂ. ഉള്ളിൽ പ്രകാശമായി വന്നു വസിക്കുവാൻ സാഷ്ടാംഗം നീ വണങ്ങൂ. അമ്മേ നാരായണ ദേവി നാരായണ എന്നു ജപിച്ചിടൂ. ചൊല്ലാം മോളെ നല്ലൊരു കഥ ഞാൻ നിനക്കു വേണ്ടി. പലകുറി ചൊന്നൊരു കഥയല്ലിതു പുതു ശ്രീദേവി ചരിതം. ചോറ്റാനിക്കരയമ്മയെയോർത്തു ഭജിച്ചിടുക കുഞ്ഞേ. കരുണാവാരിധി അമ്മ തിരുവടി വരമേകിയിടും. ദൂരെ ദൂരെ എങ്ങാണച്ച ചോറ്റാനിക്കര. അംബിക തൻ കഥ കേൾക്കാനായി ആഗ്രഹമുണ്ടച്ച. മോളെ ചൊല്ലാം അക്കഥ നിന്നുടെ അറിവിൻ നിധിയാക്കൂ. ഉണ്ണിമായെ തങ്കക്കുടമേ തൊഴുതു ജപിച്ചോളൂ. ആരാധകരാം മക്കൾക്കെല്ലാം ആശ്രയമാണമ്മ. കലികാലത്തിലെ ദുരിതമകറ്റും ദേവതയാണമ്മ. പണ്ട് പണ്ട് ചോറ്റാനിക്കര ഘോരവനം അത്രേ. കരിപുലി കടുവകൾ വിഹരിക്കുന്നൊരു ഘോരവനം തന്നിൽ വസിച്ചിരുന്നു ഒരു വനവേടൻ, പേര് കണ്ണപ്പൻ. കണ്ണപ്പനൊരു പുത്രിയുമുണ്ട്, ഭാര്യ മരിച്ചേ പോ. പാവം പാവം അമ്മ മരിച്ചൊരു കുഞ്ഞിനെയും കൂട്ടി. ദുഷ്ടമൃഗങ്ങൾ ഉള്ളൊരു കാട്ടിൽ എങ്ങനെ കഴിയുന്നു. വനദേവതയുടെ കാരുണ്യത്താൽ ആപത്തില്ലാതാ
പശുബലി പതിവായി. ഗോക്കളെയെല്ലാം വിലയ്ക്കു വാങ്ങി ബലിക്കു കണ്ണപ്പൻ. കിട്ടാതായാൽ മോഷ്ടിക്കാനും മടിയില്ലാതായി. ഉണ്ണിമായേ നീ ചൊല്ലുന്നത് ശരിയാകുന്നുണ്ടേ. തെറ്റുകളങ്ങിനെ മുടങ്ങിടാതെ തുടർന്നു കണ്ണപ്പൻ. അങ്ങിനെയൊരു നാൾ സുന്ദരിയായൊരു പശുക്കിടാവിനെ ഒരുക്കി നിർത്തി കാനന നടുവിൽ ബലിയേകാനായി. അയ്യോ പാവം എങ്ങിനെ തോന്നി അതിനെ വധിച്ചിടാം. ഇങ്ങിനെ ചെയ്താൽ വനദേവതയുടെ കരുണ ലഭിച്ചിടുമോ? ഇല്ല മോളെ, ഹിംസയൊരിക്കലും ദേവി പൊറുക്കില്ല. കാഴ്ചകൾ കണ്ടു സഹിക്കാതങ്ങിനെ കണ്ണപ്പന്റെ മകൾ. അച്ചാരുതേ കൊല്ലരുതേ എന്നുരച്ചു പലവട്ടം. കണ്ണീർ തൂകി കാലു പിടിച്ചു കരഞ്ഞു പലവട്ടം. മകളുടെ കണ്ണീർ കണ്ടതിനാലേ അലിഞ്ഞു കണ്ണപ്പൻ. മൃഗബലിയങ്ങിനെ നിർത്തി വേഗം നല്ലവനായല്ലോ. ക്രൂരത പാടെ വെടിഞ്ഞതിനാലെ സാത്വികനായല്ലോ. ദയ നിറയുന്നൊരു മനസ്സാലങ്ങിനെ സസുഖം വാണല്ലോ. ഉണ്ണിമായ കൊതിച്ചതുപോലെ ചെയ്തു കണ്ണപ്പൻ. ചൊല്ലു കഥയുടെ ബാക്കിയുമുടനെ കേൾക്കാൻ കൊതിയായി. സർപ്പദംശനമേറ്റൊരു നാളിൽ പുത്രി മരിച്ചല്ലോ. കണ്ണപ്പന്റെ ജീവിതമങ്ങിനെ ദുഃഖിതമായല്ലോ. മകളുടെ സ്നേഹഭാജനമായ പശുക്കിടാവിനെ പരിലാളിച്ചു കഴിഞ്ഞു പിന്നെ പാവം കണ്ണപ്പൻ. ഒരു നാൾ രാവിൽ സ്വപ്നത്തിൽ ഒരു താപസശ്രേഷ്ഠൻ അരുകിൽ തന്നുടെ ഓമനയാകും പശുക്കിടാവും. അവരുടെ അരുകിൽ അനവധി സന്യാസികളുണ്ട്. പാടി സ്തുതിക്കുകയാണവരെല്ലാം താപസമുനിവരനെ. സ്വപ്നം കണ്ടതു കണ്ണപ്പന്റെ
പുലർകാലത്ത് പശുക്കിടാവിന് ഭക്ഷണമേകാനായി തൊഴുത്തിലെത്തിയ കണ്ണപ്പൻ അതിശയിച്ചല്ലോ. പശുക്കിടാവൊരു പാറയായി മാറിയിരിക്കുന്നു. അരുകിൽ നിൽപ്പു ദിവ്യപുരുഷൻ മധുഹാസം തൂകി. ഓടിയടുത്തൊരു കൂട്ടരിലൊരുവൻ സന്യാസി ശ്രേഷ്ഠൻ അരുളീ വിധം കണ്ണപ്പ ഇത് പുണ്യസ്ഥലമത്രേ. വിഷ്ണു ഭഗവാൻ തന്നെയല്ലോ ദിവ്യപുരുഷനിത്. പശുക്കിടാവായി വന്നതു സാക്ഷാൽ ശ്രീലക്ഷ്മി ദേവി. അത്ഭുതമല്ലോ അച്ചായി കഥ ഭക്തിരസം തന്നെ. ചങ്ങാതികളോടി കഥ ചൊല്ലാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഉപദേശിച്ചൊരു താപസ ശ്രേഷ്ഠൻ പരാശരമുനിയല്ലോ. ഉദയം കൊണ്ടത് ദേവി കൃപ തന്നുത്തമ കലയല്ലോ. പശുത്തൊഴുത്തൊരു പവിഴമല്ലി കറയായി തീർന്നല്ലോ. ചോറ്റാനിക്കരയമ്മ വിളങ്ങും ശ്രീമൂലസ്ഥാനം. കൊണ്ടുപോകാം അച്ഛൻ മോളെ ചോറ്റാനിക്കരയിൽ. ഉണ്ണിമായെ പ്രാർത്ഥിച്ചോളൂ സൽഗതി വരുവാനാ. അമ്മ നിനച്ചാൽ ദുരിതം നീങ്ങും ദുഃഖമകന്നീടും. വിജയം കൈവരുവാനായി നമ്മൾ ഭജനമിരിക്കേണം. എത്തി നമ്മൾ അല്ലേ അച്ഛാ ചോറ്റാനിക്കരയിൽ. സുന്ദരമല്ലോ അമ്മ വസിക്കും ശ്രീകോവിൽ കാണാൻ. കണ്ണപ്പന്റെ കുഞ്ഞു കുടില് ഇവിടെയായിരുന്നു. മൃഗബലി ചെയ്ത സ്ഥാനത്തിപ്പോൾ ഗുരുതി തർപ്പണം. ആദിവ്യാധികൾ നീക്കിടുമെന്നും ആദിപരാശക്തി. നൊന്തു വിളിച്ചാൽ വന്നു വിളങ്ങും നെഞ്ചകമതിനുള്ളിൽ. കണ്ണപ്പന്റെ ജീവിതകാലം കഴിഞ്ഞതിൻ ശേഷം വനം നിറഞ്ഞ് മറഞ്ഞു പോയി അത്ഭുതമാം ശിലയും. ഒരു നാൾ പുലയ സ്ത്രീ അതുവഴിയെ പുല്ലരിയാൻ വന്നു.
അരിവാൾ തേച്ചു മിനുക്കിടാനായി ശിലയുപയോഗിച്ചു. അച്ചായനുടെ അരുകിലിരുന്ന കഥ മുഴുവൻ ചൊല്ലൂ, എന്നിട്ടെന്താണുണ്ടായതു ഞാൻ കേൾക്കട്ടെ അച്ഛാ. ശിലയിൽ നിന്നും രക്തസ്രാവം ഉണ്ടായതിനാലേ ഏടാട്ടുള്ളൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അടുത്തു വന്നെത്തി. ശിലയിൽ ആദിപരാശക്തിയുടെ ചൈതന്യം കണ്ടു. നമിച്ചു നിന്നു ജപിച്ചു നിന്നു ജീവിത പുണ്യത്താ. ദേവീ ശക്തിയറിഞ്ഞതു തന്നെ ഭാഗ്യമാണല്ലേ, പിന്നീടുണ്ടായതു ചൊല്ലിടാൻ താമസമരുതരുതേ. ലക്ഷ്മീ നാരായണ രൂപത്തിൽ പ്രതിഷ്ഠയും ചെയ്തു. ലക്ഷണമൊത്ത പ്രദേശത്തങ്ങിനെ ആരാധകരൊഴുകി. ഇഷ്ടവരങ്ങൾ അരുളിടുവാനായി അംബിക മരുകയായി. മകം തൊഴാനായി അണയുന്നോർക്ക് ദർശനമരുളുകയായി. മകം തൊഴിലിൻ കഥ ചൊല്ലാനായി തുടങ്ങൂ ഇനിയച്ഛാ. അക്കഥ കേട്ടു വണങ്ങാനായി ഞാൻ നിൽപ്പൂ തിരുനടയിൽ. വില്വമംഗല സ്വാമിയൊരു നാൾ വന്നു വണങ്ങാനായി. ക്ഷേത്രശുദ്ധി വരുത്തിയിടാനായി കുളത്തിലിറങ്ങിടവേ ജലത്തിനടിയിൽ നിന്നു ലഭിച്ചു ദേവീ വിഗ്രഹം. ഭദ്രകാളി ചൈതന്യത്തിൻ വിലയിത വിഗ്രഹം. സ്വാമിയാരാ വിഗ്രഹത്തെ പൂജിച്ചോ അച്ഛാ. അച്ഛൻ ചൊല്ലും കഥകളിലെല്ലാം അത്ഭുതമാണല്ലോ. പടിഞ്ഞാറോട്ട് ദർശനമായി ക്ഷേത്രക്കുളക്കരയിൽ. മധ്യാഹ്നത്തിനു ശേഷം 6 നാഴിക പിന്നിട്ട് മിഥുനലഗ്നം തന്നിലായി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. വിശ്വം മുഴുവൻ ആ തേജസ്സിനെ ആരാധന ചെയ്തു. അമ്മ തന്നുടെ അത്ഭുത ശക്തി അപാരം തന്നല്ലോ. അച്ഛാ ഇവിടെ വരാൻ കഴിയുന്നത് ഭാഗ്യം തന്നല്ലോ. സർവാഭരണ വിഭൂഷിതയായി വിളങ്ങി ശ്രീദേവി. വില്വമംഗല സ്വാമിയാർക്ക് ദർശനവും അരുളി. വിശ്വരൂപ ദർശനമരുളിയ സുദിനം മകമല്ലോ. കുംഭമാസം തന്നിലെ ആ നാൾ വിശിഷ്ടമാണല്ലോ. വണങ്ങി നിൽക്കും നേരം എന്നുടെ മനസ്സിനുള്ളിൽ വിളങ്ങി നിൽക്കുകയല്ലോ ദേവി വിജയം പകരാനായി.
കൊള്ളാം മോളെ നീയുര ചെയ്യും കുഞ്ഞു വിശേഷങ്ങൾ ദേവി പൂജ ചെയ്തു കഴിഞ്ഞാൽ സജ്ജന്മം ലഭ്യമാകും സാമീപ്യമുക്തിയാൽ കർമ്മവിഷാദം ആകെയകന്നിടും സന്താപമഖിലം തീർക്കാനായി ഭഗവതിയുണ്ടാകും എല്ലാ ദിനവും കുളിച്ചു തൊഴാനായി ഇവിടെയണഞ്ഞെങ്കിൽ അച്ചാദിനു കഴിഞ്ഞിടാനായി പ്രാർത്ഥിക്കുന്നു ഞാൻ. മോളെ നിന്നുടെ പ്രാർത്ഥനയെല്ലാം അമ്മയറിഞ്ഞിടും നന്മ വരുത്താൻ അമ്മ തിരുവടി ദർശനമരുളിയിടും നല്ലതു മാത്രം മനസ്സിൽ നിറച്ച് ഭജനമിരുന്നിടാം ലോകസുഖത്തിനു നാമം ചൊല്ലി കാൽക്കൽ വീണിടാം ചേർത്തു പിടിച്ചു തലോടുന്നതുപോൽ തോന്നുന്നു അമ്മ കണ്ണുമടച്ചു ജപിച്ചിടുമെന്നെ കാക്കുന്നു അമ്മ. ചോറ്റാനിക്കര ദേവി മന്ത്രം ഓർത്തു ജപിച്ചോളൂ അമ്മേ നാരായണ എന്നെന്നും ചെമ്മേ ചൊല്ലൂ നീ ദേവി നാരായണ എന്നെന്നും പാടി വണങ്ങൂ നീ കുഞ്ഞേ നിന്നെ ലക്ഷ്മി ഭഗവതി കൈവെടിയുകയില്ല. കഥ കേട്ടപ്പോൾ സമയം പോയത് അറിഞ്ഞതില്ലച്ചാ. കരുണാമയിയാം ദേവി ചരിതം മധുരം ആണച്ചാ. മംഗളകരമീ ദർശനമെന്നും മകളെ ഇതു ഭാഗ്യം കലികാലത്തിൽ ദേവി ഭജനം മുക്തി തന്മാർഗം കഥ കേൾക്കുമ്പോൾ പുണ്യമായ കരളിനുള്ളിൽ നീ നന്മ തന്നറു തിരി തെളിയിച്ച് വണങ്ങിയിരിക്കണം.